ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് രാത്രി ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ കുറച്ച് ലിവർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു നമുക്ക് ലിവർ ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദേ ഇവിടെ ലിവർ എടുത്തു. ലിവർ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. ലിവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്തോരം കഴുകിയാലും അതിൽ നിന്ന് ബ്ലഡ് തീരത്തില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ലിവർ കഴുകണം. അപ്പോൾ ഞാൻ ലിവർ നന്നായിട്ട് കഴുകിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം പോകാനൊക്കെ ആയിട്ട് ബാക്കിയുള്ള ബ്ലഡൊക്കെ പോകാനായിട്ട് ഇവിടെ ഹോളുള്ള പാത്രത്തിലിട്ട് വെച്ചേക്കുവാണ് കേട്ടോ. ഞാൻ മേടിച്ചത് അത് നോക്കിയിട്ട് വേണം അവർക്ക് അതിന്റെ അതങ്ങനെ വെച്ചേക്കണം. അപ്പോൾ വീട്ടിൽ 2-3 കരിക്ക് വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് അത് ഇക്ക പൊട്ടിച്ച് കൊടുക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആവശ്യമുള്ള സവാള ഉള്ളിയും ഒക്കെ നന്നാക്കി എടുക്കുവാണ്. എന്താടാ ഞാനവിടെ പണി ഇനി നമുക്ക് ലിവറിലെ വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത് 1 സ്പൂൺ. പിന്നെ ഇപ്പോൾ ഞാൻ ചേർത്തേക്കുന്നത് മുളക് പൊടിയാണ്, അതൊരു 2 സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ചേർത്തത് 1 സ്പൂൺ ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ലിവറിൽ വെള്ളം ഒട്ടും ചേർക്കണില്ല. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളമായി പോകും. നമ്മളിപ്പോൾ ഫ്രൈ അല്ലേ ചെയ്യുന്നത്, അപ്പോൾ നമുക്കതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ നിന്ന് വേവട്ടെ. എടാ മുഹമ്മദാ, എന്താ നീ അവിടെ ചെയ്യണേ? എനിക്ക് എങ്ങനെ പണി ഉണ്ടാക്കണേന്ന് നോക്കുവല്ലേ നീ അല്ലേ? എടാ കുഞ്ഞു, എടാ കുഞ്ഞു, എന്നതാ നീ ആയിട്ട് വരയ്ക്കണ? ഓറഞ്ചാ? ഓറഞ്ച് എന്തിനാ നീ അവിടെ ഇട്ട് വരയ്ക്കണേ? എടാ കുഞ്ഞു, നടക്കണം. ഞാൻ എന്താ മനസ്സിലാവുള്ളൂ. അടിപൊളി അതിലിരിക്കണ എങ്ങനെയാ? നീ എന്തിനാ ഷർട്ട് വാങ്ങിയെന്തിനാ? ആ ഷർട്ടിലൂടെ ബട്ടൺസ് ഇല്ലാത്തല്ലോ അറിയാ. പഠിക്കാനൊന്നും ഇല്ലല്ലേ? ഒപ്പിച്ച് പോയതിൻ്റെ പുറകെ പഠിക്കാനൊക്കെ തീർന്നു.
ഒരു 4-5 വിസിലൊക്കെ അടിച്ചതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി. ഫുള്ള് എയർ പോയതിന് ശേഷമാണ് കേട്ടോ ഓപ്പൺ ചെയ്ത് നോക്കിയേക്കുന്നത്. അപ്പോൾ ദേ ഇതിൽ വെള്ളം കണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ലിവറിൽ ഒട്ടും വെള്ളം ചേർക്കരുതെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഓൾറെഡി നമുക്ക് ഈ ലിവറിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോഴേക്കും ഞാൻ ദേ ഇവിടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ചെറിയുള്ളി തന്നെ അതിലേക്ക് ചേർക്കണം. അതാണ് നമ്മുടെ ലിവർ ഫ്രൈയുടെ ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഒരു പച്ചമുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനത് മാറ്റി വെക്കുവാണ് കേട്ടോ. ലാസ്റ്റാണ് ഞാൻ പച്ചമുളക് ചേർക്കുന്നുള്ളൂ. ഇനി അതുപോലെ തന്നെ കറിവേപ്പില ഒരു 2-3 തണ്ട് അതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങാക്കൊത്താണ്. അപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഫ്രൈ ആവണം. അപ്പോൾ നമ്മൾ ലിവറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തേങ്ങാക്കൊത്ത് കഴിക്കാനൊക്കെ ആയിട്ട്. അത് ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർക്കുക. നന്നായിട്ട് ഫ്രൈ ആവുകയും ചെയ്യണം. അപ്പോൾ ഇത് ഈ ഒരു കളറാവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ അതിലോട്ട് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചേക്കണയാണ്. അപ്പോൾ തീരെ നൈസായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല കേട്ടോ. വലുത് മാത്രം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ചെറുതൊക്കെ അതുപോലെ തന്നെ ഇട്ടേക്കുവാണ്. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയും നന്നായിട്ടൊന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചിയും അരിഞ്ഞ് വെച്ചേക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചും ചേർക്കാം കേട്ടോ. ഞാനിവിടെ എല്ലാം അരിഞ്ഞിട്ടാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൊരിഞ്ഞ് വരണം കേട്ടോ. അതാണ് നമ്മുടെ ലിവറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് 2-3 സ്പൂണോളം അത് ചേർത്തു. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 2-3 സ്പൂണോളം ചേർത്തു. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാലയാണ് ചേർക്കണമെങ്കിൽ ഒരുപാട് ചേർക്കണ്ട, ഒരുപാട് ഫ്ലേവർ ആവും. മീറ്റ് മസാല ആണെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂണോളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും ഗരം മസാലയും കുറച്ച് ചേർക്കും, കൂടുതലായിട്ട് മീറ്റ് മസാല ചേർത്ത് കൊടുക്കൽ. ഏറ്റവും ലാസ്റ്റായിട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് കുരുമുളക് പൊടിയാണ്. അത് നല്ല ഫ്രഷ് കുരുമുളക് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തേക്കണതാണ് കേട്ടോ, പൊടിച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെയും കരിഞ്ഞു പോവാതെ നമുക്ക് ഉരുളയിലിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നാടൻ കറി ആയതുകൊണ്ട് തന്നെ കറിവേപ്പില എത്രയും ചേർക്കുന്നോ അത്രയും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ലിവർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ലിവറിലെ വെള്ളം എന്തെന്ന്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇതൊക്കെ വഴറ്റുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഇത് ലിവറിൽ കുറച്ച് വെള്ളം നന്നായിട്ട് തന്നെ വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് കുറച്ച് വെള്ളം വച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ആ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് ലിവറിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ബാക്കി ഞാൻ ആ ഒരു ലിവർ ഒന്നും കൂടി ഗ്യാസിൽ വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഉള്ളിയൊക്കെ വഴന്ന് വന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ആ വെള്ളം നന്നായിട്ട് തന്നെ വറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ മസാലയൊക്കെ നന്നായിട്ട് നമ്മുടെ ലിവറിലോട്ട് കോട്ടാവണമെങ്കിൽ കുറച്ച് വെള്ളം വേണം. എന്നിട്ട് നമ്മൾ ആ ഒരു ചെറിയ തീയിൽ വെച്ച് ആ ഒരു വെള്ളം വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഡ്രൈ ആവും തോറും കുറച്ച് വെളിച്ചെണ്ണ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നല്ല അടിപൊളി ഫ്രൈ നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലും ഫ്രൈ ആവണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് സമയമെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ടൈമിൽ എടുക്കുവാണ്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് ഒരു നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഒരു നുള്ള് കായം പൊടി കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് വളരെ സ്വാദിഷ്ടമായ ഒരു ലിവർ ഫ്രൈ ആണ്. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു തേങ്ങാക്കൊത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.